അനുവിന് ഇനി ഉറങ്ങാൻ പേടിയായി. ഓരോ രാത്രിയും മരിക്കുന്നു. ഓരോ മരണവും യഥാർത്ഥമായി ഒരിക്കലെങ്കിലും നടന്നവയാണ്. അവൾ അവളോട് തന്നെ ചോദിച്ചു, ഇവ പഴയ മരണങ്ങളാണോ, അല്ലെങ്കിൽ എനിക്കിനി സംഭവിക്കാൻ പോകുന്നതാണോ? അന്ന് രാത്രി അവളൊരു പുതിയ സ്വപ്നം കണ്ടു. അവൾ ആരോ തള്ളിയിടുന്നു തന്നെയാണ്. പക്ഷെ ഇത്തവണ അവൾ കുഴിയിൽ വീഴുന്നതിന് മുമ്പ് പിറകിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേട്ടു. ഇത് എൻ്റെ ഓർമ്മകളാണ്. നീ വണ്ടിയിലായിരുന്നു, പക്ഷെ ഞാനായിരുന്നു. ഞാൻ പോയതിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. പക്ഷെ നീ മാത്രമാണ് എൻ്റെ ഓർമ്മകൾ കാണുന്നത്. അനു പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. പിറ്റേന്ന് രാവിലെ ഇതിനെപ്പറ്റി അവൾ അമ്മയോട് ചോദിച്ചു. അപ്പോഴാണ് പണ്ടത്തെ കാര്യങ്ങൾ ഓർത്ത് അമ്മ സങ്കടത്തോടെ പറഞ്ഞത്, നിനക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നുവെന്നും ദിയ, ചെറുപ്പത്തിൽ അവളൊരു അപകടത്തിൽ മരിച്ചുപോയെന്നും നിനക്കതൊന്നും അറിയില്ലായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അപ്പോൾ നിന്നോട് പറയേണ്ട എന്ന്, അതൊരു ട്രോമയാവുമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ അനു ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞു. അന്ന് രാത്രി അവൾ ഒന്നും കണ്ടില്ല. ഒരു സ്വപ്നവും, ഒരു ശാന്തത ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായി. പക്ഷെ മിററിൽ വെളിച്ചം കുറഞ്ഞപ്പോൾ അവളുടെ പുറകിൽ ഒരു പെൺകുട്ടി നിന്ന് ചിരിച്ചു. പിന്നെ പതിയെ കാണാതായി. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് ഏതെങ്കിലും കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ട്, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ.